തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലത്ത് ചേർന്ന ഒരു പരസ്യമായ രാഷ്ട്രീയ നയവിശദീകരണ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തു. ഇദ്ദേഹം പരസ്യമായി പരാജയപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തതിന് ശക്തമായ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. ചരിത്രത്തിൽ ആദ്യമായി ആ കാലത്തിനിടയിൽ 19 നിയമസഭാ സീറ്റുകൾ കിട്ടി ആ തെരഞ്ഞെടുപ്പിൽ. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പരാജയപ്പെടുത്താൻ പറഞ്ഞാൽ ആ പരാജയപ്പെടുത്താൻ പറഞ്ഞ സ്ഥാനാർത്ഥി കൂടി കുറച്ചുകൂടി വോട്ടുള്ള ആളുകൾ ചെയ്തു എന്നർത്ഥം. അതിനുശേഷം അദ്ദേഹം ജീവിതത്തിൽ തെരഞ്ഞെടുപ്പിന്റെ നയപ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതേപോലെ പാണക്കാട് സാദാത്യങ്ങൾക്ക് മേധാവിത്വം ഉള്ള മുസ്ലിം സമൂഹത്തിൽ ആ മേധാവിത്വം തകർക്കാൻ വേണ്ടി ഇദ്ദേഹം വേറെ ഒരടവ് പ്രയോഗിച്ചു. ഓരോ ജില്ലകളിലും കാദിമാരെ നിയമിച്ചു. കാദിമാരെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കാദിമാരുണ്ട് എന്നറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു മാസം ഉറപ്പിക്കണമല്ലോ. ആദ്യമായി കാദിമാരെ നിയമിച്ച ഉടനെ തന്നെ തൊട്ടടുത്ത ചെറിയ പെരുന്നാളിന്റെ മാസപ്രവി ഈ വിഭാഗം മാസം കാണുന്നതിന് മുമ്പ് തന്നെ ഉറപ്പിച്ചു. ആ മാസപ്പിറവി ഉറപ്പിച്ചതോടുകൂടി തന്നെ നമ്മൾ മാസം ഉറപ്പിച്ചാൽ ആരൊക്കെ പെരുന്നാൾ ആഘോഷിക്കും എന്ന് തിരിച്ചറിഞ്ഞോടുകൂടി പിന്നെ മാസം ഉറപ്പിക്കലും അവസാനിപ്പിച്ചു. ഇപ്പൊ മാസം കണ്ടു എന്ന് വന്ന് പറഞ്ഞാലും നിങ്ങൾ പാണക്കാട്ട് പോയിക്കോന്ന് പറയാണ്. ഞാൻ മാസം കണ്ടു എന്ന് പറഞ്ഞാലും കാലിയർ സ്വീകരിക്കൂല, പാണക്കാട് പോയിക്കൊള്ളാൻ പറയാം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തവണ മാസം ഉറപ്പിച്ചു, ഇനിമേലും ഉറപ്പിക്കൂല. ജീവിതത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയമായ നയപ്രഖ്യാപനം നടത്തി, ഇനിമേൽ പ്രഖ്യാപനം നടത്തൂല. അതിനുശേഷവും ഓരോ തെരഞ്ഞെടുപ്പിനും ഇദ്ദേഹം ഇപ്പോ നയം പ്രഖ്യാപിക്കും എന്നൊക്കെ കരുതി ഇദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തും. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 3 നാൾ മുമ്പ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിലെ അത് പറയുമ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ നയം പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ച് കുറെ പത്രക്കാർ വായി നോക്കി കുറെ സമയം അവിടെ ഇരിക്കും. എന്നിട്ട് ഇയാൾ ജിന്നിനോട് സംസാരിക്കണമാതിരി ഇങ്ങോട്ട് തൊട്ടാൽ അങ്ങോട്ട് തോണ്ടും, ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കുന്നു പറഞ്ഞു. ഇയാൾ ആർക്കാ പിന്തുണ എന്ന് മനസ്സിലാവില്ല. ആ രീതിയിൽ സംസാരിച്ചിട്ട് പ്രസംഗം അവസാനിപ്പിക്കും. അങ്ങനെ 2-3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പത്രക്കാർക്ക് മനസ്സിലായി ഇയാൾക്കൊരു രാഷ്ട്രീയവും പറയാനില്ല, ഇയാൾക്കൊരു നയവും പറയാനില്ല. ഇതിന്റെ സത്യം എന്താണ്? ഇടക്കാലത്തൊക്കെ മതപരമായ കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. ഒരു വ്യാജമുടി കച്ചവടം തുടങ്ങിയതോടുകൂടി മതം പറഞ്ഞാലും വിശ്വസിക്കാത്ത ആളുകളാണ് സ്വന്തം അനുയായികൾക്കിടയിൽ. പക്ഷെ രാഷ്ട്രീയമായ കാര്യം പറഞ്ഞാൽ ഒരു കാലത്തും ആരും അംഗീകരിച്ചിട്ടില്ല. ഓരോ നാട്ടിലും അദ്ദേഹത്തിന്റെ അനുയായികൾ, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. CPM-ൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം, CPI-ൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം, അങ്ങനെ പല പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ടാവാം, ഇപ്പൊ BJP-യിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം. അപ്പൊ ഓരോ പാർട്ടികളും ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ നയമാണ്. അപ്പൊ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വോട്ട് ചെയ്യണമെന്നത് ഉസ്താദ് പറയുന്ന അല്ല നോക്കുക, നേരെ മറിച്ച് അവന്റെ രാഷ്ട്രീയ നേതാവ് പറയുന്ന നോക്കുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് കേരളത്തിലില്ല. അതെല്ലാവർക്കും മനസ്സിലായപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ച തന്നെ ഇല്ലാതായി. അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇനി തൊട്ടടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴും ഞാൻ അങ്ങനെ രാഷ്ട്രീയ രംഗത്തും തെരഞ്ഞെടുപ്പിലൊന്നും ചർച്ചയാവാതെ പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാർ തിരിഞ്ഞു നോക്കൽ അവസാനിപ്പിക്കുമോ എന്ന ആശങ്ക വന്നപ്പോ വെറുതെ ഒരു വെടിപൊട്ടിച്ചു, ഞങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണ്. അതാരാ പറഞ്ഞു എന്ന് എവിടെയില്ല. അപ്പൊ ഇദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ മുസ്ലിം ജമാഅത്ത് എന്ന പേര് നൽകുന്നു. എന്നിട്ട് മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുടെ പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പൊ അവര് തന്നെ ബോധപൂർവം കുറെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചു. കാരണം ആള് കൂടണല്ലോ. ഒരു പരിപാടി വെച്ചാൽ പഴയ കാലത്തെ പോലെ അവർ പരിപാടികൾ സംഘടിപ്പിക്കാറില്ല, പ്രചാരണങ്ങൾ സംഘടിപ്പിക്കാറില്ല, ആരും ഒന്നിനുമില്ല. ആ വെള്ളം കുടിച്ചോടുകൂടി എല്ലാവരും ഒരു തരം പരിഭ്രമത്തിലാണ്. അപ്പൊ ആളുകളെ കൂട്ടാൻ വേണ്ടി ഇതേപോലെ യന്ത്രങ്ങളും തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം.
അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്നൊരു അഭ്യൂഹം പരത്തി അതിനുശേഷം അതിന്റെ പേര് മുസ്ലിം ജമാഅത്താണ് എന്ന വേറൊരു പ്രചരണം ഉണ്ടാക്കി അവിടെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നു എന്ന് ഒരു പ്രചരണം ഉണ്ടാക്കി. അങ്ങനെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഇപ്പോ ഇന്ന ആൾക്ക് പിന്തുണ എന്ന് പറയുന്നു വിചാരിച്ച് കുറെ സാധുക്കൾ ഇയാളുടെ തനിനിലം തിരിച്ചറിയാത്ത പുതുതലമുറയിൽപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഇദ്ദേഹം പറയാൻ മുസ്ലിം ജമാഅത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല. അപ്പൊ അതുവരെ പറഞ്ഞൊക്കെ വെള്ളത്തിലായി. അപ്പൊ അത് രാഷ്ട്രീയ പാർട്ടിയല്ല, പിന്നെന്ത് സംഘടനയാണ്? മതസംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, മതസംഘടന നിലവിലുണ്ട്. യുവജന സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതും നിലവിലുണ്ട്. വിദ്യാർത്ഥി സംഘടന അതും നിലവിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ കേരള മുസ്ലിം ജമാഅത്തുകാരൻ അതിന്റെ ഉദ്ദേശം എന്താണ്? അത് പാഠം പഠിപ്പിക്കുന്ന പാർട്ടിയാണ്, വേറൊരു അജണ്ടയും പറയാനില്ല. അങ്ങനെ പാഠം പഠിപ്പിക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഘടന ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഒരു മനുഷ്യൻ സമൂഹത്തിലും സംഘടനയിലും സ്വന്തം അണികൾക്കിടയിലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ അവസാനത്തെ അടയാളങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ അടയാളങ്ങൾ. എല്ലാ തന്ത്രങ്ങളും പയറ്റി. ഖാദിമാർക്ക് സമാന്തരമായിട്ട് വേറെ ഖാദിമാരെ നിയമിച്ചു, ആരും സ്വീകരിക്കണില്ല. മഹല്ലുകൾക്ക് സമാന്തരമായിട്ട് വേറെ മഹല്ലുകൾ ഉണ്ടാക്കാൻ നോക്കി, സ്വീകാര്യത കിട്ടിയില്ല. പള്ളികൾക്ക് സമാന്തരമായിട്ട് വേറെ പള്ളി ഉണ്ടാക്കി, അതും വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല. സ്ഥാപനങ്ങൾക്ക് സമാന്തരം വേറെ സ്ഥാപനം, മദ്രസകൾക്ക് സമാന്തരമായിട്ട് വേറെ മദ്രസ ഉണ്ടാക്കി. പക്ഷേ സമസ്ത കേരള ജമീഅത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ അപ്പോഴും ഇങ്ങനെ തളച്ചു വളർന്നുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും സ്വലാത്ത് മജ്ലിസ് ഉണ്ടെങ്കിൽ അതേ വെള്ളിയാഴ്ച രാവിലെ തന്നെ റോഡിന്റെ ഇങ്ങേ ഭാഗത്ത് വേറെ സ്വലാത്ത് മജ്ലിസ്. എന്നാൽ ആ വാശിൽ നാലാൾ അങ്ങോട്ട് പോയാലോ? എന്നിട്ട് അത് ക്ലച്ച് പിടിച്ചോ? അതും സ്വാധീനം ചെലുത്തിയില്ല. എല്ലാത്തിനും സമാന്തരമായിട്ട് ഒരു മക്ബറക്ക് സമാന്തരമായിട്ട് വേറെ മക്ബറ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരു സംഭവിക്കാൻ പോകുന്ന സംഗതിയല്ല. പക്ഷെ ഇവർ വിട്ടില്ല. മക്ബറക്ക് സമാന്തരമായിട്ട് തൊട്ടപ്പുറത്ത് വേറെ നേർച്ചപ്പെട്ടി സ്ഥാപിച്ചിട്ട് ആ നേർച്ചപ്പെട്ടിയിൽ പൈസ പിരിച്ച് വേറെ ആണ്ട് നേർച്ച നടത്തി. എങ്ങനെയൊക്കെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു, എങ്ങനെയൊക്കെ സമൂഹത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചു. ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിപണിയിലെ കച്ചവടച്ചരക്കാക്കി പോലും ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിലും ആകെ ഇളിഭ്യരായി സംഘടനയിൽ വിഭാഗീയത വന്നു. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന തിരക്കിലാണ്. ഇദ്ദേഹം തന്നെ പണം കൊടുത്ത്, ഇദ്ദേഹം തന്നെ പോലീസ് പറയാൻ ഏൽപ്പിച്ച്, ഇദ്ദേഹം തന്നെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, അദ്ദേഹം കൊണ്ടുവന്ന വ്യാജ കേസത്തെ ന്യായീകരിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്ത തന്റെ അതേ ശിഷ്യൻ തന്നെ ഇപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്വന്തം പണം ചെലവഴിച്ചുകൊണ്ട് മൈക്ക് കെട്ടിയിട്ട് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. 89-90 കാലത്ത് സ്വന്തം ഗുരുനാഥന്മാരായ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയും കെ അബൂബക്കർ ഹസ്രത്തിനെയും KV കൂറ്റനാടിനെയും KT മാനമുസേരെ പോലെയുള്ള നിഷ്കളങ്കരായ സാത്വികരായ പണ്ഡിതന്മാരെ തെരുവോരങ്ങളിൽ പച്ചക്ക് തെറി വിളിച്ചുകൊണ്ട് പ്രസംഗിച്ചിറന്ന ആ മനുഷ്യന് സ്വന്തം ശിഷ്യന്മാരിലൂടെ ഇന്നിതാ അതിന്റെ ഏറ്റവും ചരിത്രത്തിന്റെ ഒരു തിരിച്ചടിയായിരിക്കാം ഈ 25 വർഷം തികയുമ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അവനെ അള്ളാഹു മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയുടെ 25 വർഷം തികയുന്ന സമയത്ത് ഇതാ സ്വന്തം ശിഷ്യന്മാരാൽ തെരുവോരങ്ങളിലൂടെ സ്വയം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന, സ്വയം പരിഹാസവാക്കുകൾ നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ആ വിഭാഗത്തിനിടയിൽ ഇത്രമേൽ രൂക്ഷമായ സംഘടനാപരമായ അടിയൊഴുക്കും തകർച്ചയുമാണ് നമ്മൾ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം നിലപാടുകളിൽ യാതൊരു മാറ്റം വരുത്തേണ്ട ഗതികേടില്ലാതെ, ആശയപരമായ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തേണ്ട സാഹചര്യമില്ലാത്ത ഇക്കാലം അത്രയും 90 വർഷക്കാലത്തിനിടയിൽ ദീനിന്റെ പ്രമാണങ്ങൾ പറഞ്ഞിടത്ത് യാതൊരു മാറ്റുത്തിരുത്തലുകളും വരുത്തിയെന്ന് എതിരാളികൾക്ക് പോലും പറയാൻ അവസരം കൊടുക്കാത്ത വിധം വളരെ ഭംഗിയായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഈ ഉമ്മത്തിനോട് സംവദിച്ചു എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 90 വർഷം ഈ ഉമ്മത്തിന് ചെയ്ത സംഭാവന. ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും
ദർസുകളും അറബി കോളേജുകളും യതീംഖാനകളും ഉണ്ടാക്കിയെന്നതല്ല. അതിനേക്കാൾ അപ്പുറം മുസ്ലിം സമൂഹത്തിനിടയിൽ അവന്റെ ഈമാൻ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഓരോ സംഘടനകൾ ഓരോ വേഷം ധരിച്ചുകൊണ്ട് ഓരോ കാലത്ത് കടന്നു വന്നപ്പോ ബിദ്അഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും വിഘടിത സംഘടനകളാണെങ്കിലും വ്യാജ തരീഖത്തുകളാണെങ്കിലും തീവ്രവാദ സംഘടനകളാണെങ്കിലും അവരെല്ലാം മുഖം നോക്കാതെ നേരും നെറിയും വിളിച്ചു പറയാനും സത്യസന്ധമായ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദീനിന്റെ യഥാർത്ഥ മാർഗം സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് കാണിച്ചു കൊടുക്കാൻ തന്റെ ഇടം കാണിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 90 വർഷക്കാലം ഈ സമൂഹത്തിന് ചെയ്തു കൊടുത്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിശ്വാസപരമായും കർമ്മപരമായും വിദ്യാഭ്യാസ രംഗത്തും ദഅവാ രംഗത്തും ഈ സമുദായത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ചെയ്ത സംഭാവനയോട് കിടപിടിക്കത്ത രീതിയിൽ സത്യസന്ധമായ ദീനീ പ്രവർത്തനം നടത്തിയ മറ്റൊരു സംഘടനയെ ഇന്ന് സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ അംഗീകാരവും വിശ്വാസ്യതയും നേടിയെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 90-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 90-ാം വാർഷികത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സംഘടനയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആദർശ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആദർശ വിശുദ്ധിയെക്കുറിച്ച് കേരളത്തിൽ മറ്റു മതമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനക്കും പറയാൻ കഴിയാത്ത അത്രമേൽ ആശയ പാപ്പരത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്നും ആദർശ വിശുദ്ധിയെക്കുറിച്ച് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്ക്, ജനകീയമായ അംഗീകാരത്തിലേക്ക്, ജനങ്ങളുടെ പിന്തുണയിലേക്ക് ഈ സംഘശക്തിക്ക് വളരാൻ സാധിച്ചത്. ഈ സംഘടനയെ പിന്തുണക്കുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അതിന്റെ സഹകാരികളായി പ്രവർത്തിക്കാനും സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം സംഘടനാപരമായ നേട്ടം എന്നതിനേക്കാളപ്പുറം നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സംഘശക്തിക്ക് ശക്തി പകരാൻ നമ്മുടെ ഓരോ നിമിഷങ്ങളും ജീവിതത്തിന്റെ ശിഷ്ടകാലം ചെലവഴിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ